സംസാരിക്കാം എന്ന് പറഞ്ഞു. ഇത്രയും തിരക്കുള്ള ഒരാൾ എനിക്ക് നമ്പർ തന്നപ്പോൾ എനിക്കും ആദ്യം ഒരു അത്ഭുതം തോന്നി. പക്ഷെ അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞു അങ്ങനെ തരൂല, അയാളെ നമ്പർ ആയിരിക്കൂലായിരുന്നു. പക്ഷെ ഞാൻ വിളിച്ചിട്ടൊന്നുമില്ല, ഞാൻ വിളിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഈ പിന്നത്തെ മൂന്നാമത്തെ പോക്കിൽ എന്നോട് കൊണ്ട് ചെല്ലാൻ പറഞ്ഞത് എന്താ 3 കോഴിമുട്ട, പിന്നെ പാല്, അത്തറ്, ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ കൊണ്ടുപോകണം. ഇതൊക്കെ യുനാനി ചികിത്സക്ക് യുനാനി ചികിത്സക്ക് ഒരിക്കലുമല്ല. യുനാനി ചികിത്സ ആണല്ലല്ലോ അവിടെ നടക്കുന്നത്. അപ്പൊ ആത്മീയ ചികിത്സയാണെന്ന് അറിഞ്ഞപ്പോ ഞാൻ അതിനോട് ചേർന്ന് നിന്നിട്ടുണ്ട് സത്യത്തിൽ. കാരണം ഇവിടെ എന്താ നടക്കണമെന്ന് അറിയാൻ വേണ്ടി നിന്നത് തന്നെയാണ്. അത് ഞാൻ പറഞ്ഞു, ഞാൻ അഭിനയിച്ചു നിന്നത്. അപ്പൊ എനിക്ക് ഈ ചികിത്സയാണ് ഇവിടെ നടക്കണമെന്ന്. എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചർച്ച മറ്റൊന്നുമല്ല, അന്ന് പോസ്റ്റിന്റെ ബാക്കി പാർട്ട് തന്നെയാണ്. ഇന്ന് പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് അവിടേക്ക് ചികിത്സക്ക് പോയ ഒരു സ്ത്രീ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. ഒരു മാധ്യമ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അതായത് ആ സ്ത്രീന്റെ ഫേസ് കാണിച്ചതുകൊണ്ട് തന്നെയാണ് എന്താ പറയുക റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടേക്ക് ചികിത്സക്ക് വന്നിട്ട് ചികിത്സക്കുണ്ടായ അനുഭവങ്ങൾ കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. അവിടെ ചികിത്സക്ക് പോകുമ്പോൾ ഫസ്റ്റ് 6600 സംതിങ് എന്തോ ഒരു ക്യാഷ് പറഞ്ഞു. ആളുകളെ നോക്കിയിട്ടാണ് പൈസ വാങ്ങുന്നത്. ആത്മീയ ചൂഷണം തന്നെയാണ് അവിടെ നടക്കുന്നത് എന്ന് ഇപ്പൊ എനിക്ക് ഉറപ്പായി. അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. ഈ ഒരു കൊറോണ സമയത്ത് വന്നുള്ളത് പാരമ്പര്യമായിട്ടുള്ള ചികിത്സ ഉണ്ടെങ്കിൽ നമുക്കത് വിശ്വസിക്കാം. ഞാനൊരു മണ്ണാർക്കാടുകാരനായിട്ട് നമ്മൾക്കറിയില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ ഇല്ല കാര്യങ്ങളൊന്ന്. കാരണം കൊറോണ സമയത്ത് വന്ന ഒരു ഓൺലൈൻ സ്വലാത്തിലൂടെയാണ് ഈ ഒരു ചികിത്സാ സംഭവങ്ങളൊക്കെ പുറത്തു വരുന്നത്. അതിന് ശേഷമാണ് ഈ നമ്മളെ നാട്ടിൽ ഇങ്ങനെ തങ്ങന്മാർ ഇങ്ങനത്തെ ആളുകൾ ഉണ്ട് എന്ന് നമ്മൾ അറിയുന്നത്. അപ്പൊ എന്തായാലും ആ സ്ത്രീ പറയുന്ന ഒരു ക്ലിപ്പ് ഉണ്ട്. ഏകദേശം 10-17 മിനിറ്റ് ഉണ്ട്. ഞാൻ അതിൽ ചെറിയ ഭാഗങ്ങളൊക്കെ ആക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യാം നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കി എന്താണ് സംഭവങ്ങൾ കാര്യങ്ങൾ എന്നൊക്കെ. ഓക്കെ, വിശദമായിട്ട് കണ്ടുനോക്കി സത്യങ്ങൾ മാത്രം മനസ്സിലാക്കിയമായി. സത്യങ്ങൾ മാത്രം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. എന്താണ് എങ്ങനെയാണ് നമ്മളെ കയ്യിലെ ക്യാഷ് 6063 രൂപയ്ക്ക് ആത്മീയ ചൂഷണത്തിന്, അതായത് യുനാനി ചികിത്സ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ സംഭവം ഉണ്ടാക്കുന്നത്. അതായത് യുനാനി ചികിത്സ. എന്നിട്ട് അവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആത്മീയ ചികിത്സ. അപ്പൊ ആ സ്ത്രീ പറയുന്ന ഏകദേശം 10-17 മിനിറ്റുള്ള ക്ലിപ്പ് ഉണ്ട്. അതൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടുനോക്കി എന്നിട്ട് നിങ്ങൾ നമുക്ക് അവരുടെ പ്രതികരണത്തിലേക്ക് പോകാം. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഹമീദ് ആറ്റക്കോയ തങ്ങൾക്കെതിരെ പ്രചരിക്കുന്ന ശബ്ദ സന്ദേശത്തിനിടെയാണല്ലോ? അതെ അതെ. എന്താണ് അത്തരത്തിൽ അദ്ദേഹത്തിനെതിരെ സംസാരിക്കാനുണ്ടായ കാരണം വെച്ചാൽ എനിക്ക് ഒരു ചെറിയൊരു അസുഖം വന്നപ്പോൾ ഒന്നാമത് ഞാൻ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കൂല. അപ്പൊ യുനാനി ചികിത്സ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ചികിത്സിക്കുന്ന ടീമാണ് എന്നെ കൊണ്ടുപോയിട്ടുള്ളത്. അവിടെ അവരെ നോട്ടീസ് പ്രകാരമാണ് ഞാൻ അവിടെ എത്തിപ്പെട്ടിട്ടുള്ളത്. അത് ഞാൻ എത്തുന്നത് മേലക്കൊടക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത്, മണ്ണാർക്കാട്. അവിടെ ചെന്ന് അവിടുത്തെ ചികിത്സാ രീതികൾ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അവിടുത്തെ ചികിത്സാ രീതി ശരിയല്ലാന്ന് തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് യുനാനി ചികിത്സ ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞപ്പോൾ എല്ലാ രോഗം മാറും, ഞങ്ങൾ ചികിത്സിക്കാം, നിങ്ങൾ അടുത്ത ആഴ്ച വന്നെല്ലാം ക്ലിയർ ആവും എന്ന് പറഞ്ഞിട്ടാണ് എന്നെ അടുത്ത ആഴ്ച പോവുകയാണ്. പക്ഷെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. ഞാൻ പിന്നെ കോട്ടക്കൽ വയസ്സമ്പാടി എന്നൊരു സ്ഥലത്താണ് പോയത്. അതും ആ ചികിത്സയുടെ ഭാഗമായിട്ട് ചെന്നപ്പം അവിടെ അയാൾക്ക് അവിടെ കോട്ടക്കൽ വയസ്സമ്പടിക്കലുണ്ട്. പിന്നെ അവിടേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ മണ്ണാർക്കാട് മേലക്കൊടക്കാടുണ്ട്, അവിടെ ഞാൻ പോയിട്ടുണ്ട്. പിന്നെ കാസർഗോഡ് ഉണ്ട് എന്ന് പറഞ്ഞു, വയനാടുണ്ട്, അങ്ങനെ ഒരുപാട് സ്ഥലത്തുണ്ട്. പിന്നെ എവിടേക്കോ സ്ഥലങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് പോയിട്ടില്ല. ഞാൻ ഈ കോട്ടക്കൽ വയസ്സമ്പടിക്കൽ പോയി. അവിടെ ജനങ്ങളെ തിരക്കന്നെയായിരുന്നു. അങ്ങനെ അവിടെ പോയിട്ട് പിന്നെ എനിക്ക് തോന്നി ഇത് എന്റെ രോഗം എന്തായാലും മാറൂല, പക്ഷെ ഇവിടെ നടക്കുന്നത് എന്താന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നു. കാരണം എനിക്ക് തോന്നി ഇതൊരു അനാചാരം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഞാൻ വെറുതെ രോഗം അഭിനയിച്ചും ചെയ്തു. അപ്പൊ എനിക്ക് ഈ ആറ്റക്കോയ തങ്ങൾ എന്ന് പറഞ്ഞ ആൾ എനിക്ക് പേഴ്സണലായിട്ട് ഒരു നമ്പർ തന്നിട്ട് എന്നോട് പറഞ്ഞു ഈ നമ്പറിലേക്ക് വിളിച്ചാൽ പിന്നെ നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞു. ഇത്രയും തിരക്കുള്ള ഒരാൾ എനിക്ക് നമ്പർ തന്നപ്പോൾ എനിക്കും ആദ്യം ഒരു അത്ഭുതം തോന്നി. പക്ഷെ അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞു അങ്ങനെ തരൂല, അയാളെ നമ്പർ ആയിരിക്കൂലായിരുന്നു. പക്ഷെ ഞാൻ വിളിച്ചിട്ടൊന്നുമില്ല, ഞാൻ വിളിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഈ പിന്നത്തെ മൂന്നാമത്തെ പോക്കിൽ എന്നോട് കൊണ്ട് ചെല്ലാൻ പറഞ്ഞത് എന്താ 3 കോഴിമുട്ട, പിന്നെ പാല്, അത്തറ്, ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ കൊണ്ടുപോകണം. ഇതൊക്കെ യുനാനി ചികിത്സക്ക് ഒരിക്കലുമല്ല. യുനാനി ചികിത്സ ആണല്ലല്ലോ അവിടെ നടക്കുന്നത്. അപ്പൊ ആത്മീയ ചികിത്സയാണെന്ന് അറിഞ്ഞപ്പോ ഞാൻ അതിനോട് ചേർന്ന് നിന്നിട്ടുണ്ട് സത്യത്തിൽ. കാരണം ഇവിടെ എന്താ നടക്കണമെന്ന് അറിയാൻ വേണ്ടി നിന്നത് തന്നെയാണ്. അത് ഞാൻ പറഞ്ഞു, ഞാൻ അഭിനയിച്ചു നിന്നത്. അപ്പൊ എനിക്ക് ഈ ചികിത്സയാണ് ഇവിടെ നടക്കണമെന്ന് അറിഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇതിനെതിരെ പ്രതികരിക്കാനും ഇതെന്താണ് നടക്കുന്നത് ഒരു തെളിവ് നമുക്ക് വേണമല്ലോ, അത് പ്രകാരമാണ് ഞാൻ അവിടെ പോയത്. അങ്ങനെ ഞങ്ങൾക്ക് ഒരു 3 സ്ത്രീകൾ ഒരു ലൈനിലും 3 സ്ത്രീകൾ ഒരു ലൈനിലും നിർത്തി സെന്റർ ഒഴിവാക്കിയിട്ടിട്ട് ഒരു പിന്നെ ഇയാൾ അനിയനാന്ന് പറഞ്ഞിട്ടാണ് ആദ്യം വന്നത്. പിന്നെ ഒരു ഷിയാബ് എന്ന് പറഞ്ഞ ഒരു തങ്ങള്, അയാൾ എന്നോട് പറഞ്ഞു ഞാനാണ് ഒറിജിനൽ തങ്ങള്. ഇയാള് ആ സെന്ററിൽ നിന്ന് കണ്ണടച്ചിരിക്കാൻ പറഞ്ഞു. ഞാൻ കണ്ണടച്ചിട്ടിരുന്നില്ല, ഞാൻ ഇടങ്ങണ്ണിട്ടിട്ട് നോക്കി. അപ്പൊ അവിടെ ഒരു സ്ത്രീന്റെ തല ഇങ്ങനെ തലോടുന്നുണ്ട്.
പുറം തലോടിലൂടെ ഇതിന്റെ തൊട്ടിട്ടൊന്നുമില്ല കേട്ടോ. അത് ഞാൻ ഉള്ളത് പറയല. ഓരോരുത്തരെ കണ്ടാൽ തന്നെ അറിയത് തൊട്ടാട്ടി കിട്ടുന്നവർക്ക് തന്നെ തോന്നിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവര് നോക്കട്ടെ, അപ്പൊ നിങ്ങളോടല്ലേ കണ്ണടച്ചിരിക്കാൻ പറഞ്ഞതെന്ന് വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു കണ്ണടച്ചിട്ടില്ലെങ്കിലോ എന്ന് വെച്ചു. കണ്ണടച്ചാൽ ഇത് പലിക്കൂലാറിന്. അപ്പൊ തന്നെ എനിക്കത് അറിയില്ല ഇത് ഉടായിപ്പാണെന്നല്ലേ. എന്തായാലും പൈസ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടാ. പൈസ കൊടുക്കാൻ ഞാൻ അവിടെ നടക്കൂല. നമുക്ക് അത് കണ്ടെത്തണമെങ്കിൽ ചിലത് നമുക്ക് നഷ്ടപ്പെടുത്തേണ്ടി വരും. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എത്ര രൂപ കൊടുത്ത്? അവിടെ 6666 രൂപ ഫസ്റ്റില്. ആദ്യമായിട്ട് നമ്മൾ കാണാൻ ചെല്ലുമ്പോൾ 1001 രൂപ തങ്ങ കൊടുക്കണം മൊത്തത്തില്. അത് ഞാൻ പറയാം. അങ്ങനെ അത് കൊടുത്തു. അത് കൊടുത്തിട്ട് ബില്ലാക്കി കഴിഞ്ഞെങ്കിൽ മാത്രമേ, ഇപ്പൊ അയാൾ പറഞ്ഞു ഞാൻ അത്ര വാങ്ങിയിട്ടില്ല എന്നൊക്കെ പറയണ്ട. ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. വാങ്ങിയത് എനിക്ക് ഞാൻ കൊടുത്തതാണല്ലോ. അയാൾ ഇന്ത്യക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടായതൊന്നുമല്ലല്ലോ. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഇറങ്ങി. പിന്നെ അയാൾ എന്നോട് പറഞ്ഞു ഇനി അടുത്ത ആഴ്ച നിങ്ങൾ ഒന്നുകൂടി വരണം, അത് മേലക്കൊടക്കാട് വരണം. അവിടെ ഒരു കൊടിമരം, ആ കൊടിമരം പിടിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ആ കൊടിമരം എന്ന് പറഞ്ഞ മൂപ്പർ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൊടിമരമാണ്. അതെ അതെ, ആ കൊടിമരം തന്നെയാണ്. അതെ, കൊടിമരം എന്ന് പറഞ്ഞാൽ ആ കൊടിമരം നിങ്ങളൊന്ന് പോയി നോക്കി. അങ്ങനെ ഞാൻ ആ കൊടിമരം പോയി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞങ്ങളവിടെ ചെന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ കൊടിമരം കിടക്കുന്നത് ഒരു ഷെഡിന്റെ ഉള്ളിലാണ്. ഒരു ഷെഡിന്റെ ഉള്ളിൽ വെച്ചിട്ട് പബ്ലിക്കായിട്ട് കിടക്കിയിരുന്നു. അങ്ങനെ ഞാൻ ഇതൊക്കെ ദൂരെ നിന്ന് നോക്കിയപ്പോൾ ഇയാൾ പറഞ്ഞു ഇയാൾക്ക് അപ്പം തന്നെ ഇന്ന നോട്ടിട്ടിക്കണം, ഞാൻ ഒന്നിൽക്കും ചെല്ലണില്ല, ഞാൻ ദൂരം നിന്നൊക്കെ വീക്ഷിക്കണുള്ളൂ. അവിടെ കൂടെ ജനങ്ങളോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഈ സിയാബ് എന്ന് പറഞ്ഞ തങ്ങളിനോട് ഇയാൾ പറഞ്ഞതിനോട് നമുക്ക് ഒരു കാര്യമുണ്ട്, ഒരു കാര്യം ചെയ്യാം. പിന്നെ ഞാൻ പറയും എനിക്ക് ഒരു കാര്യം ചെയ്യണ്ട, എനിക്കിവിടെ ചിലവായ പൈസ തിരിച്ച് കിട്ടിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പോവില്ല ഇവിടുന്ന്. എനിക്കൊരു രോഗമില്ല, ഒന്നുമില്ല, എനിക്കിവിടെ ചിലവായ പൈസ കിട്ടും. അപ്പം ഉള്ളിലിപ്പം എന്താണെന്ന് അറിയണല്ലോ. അപ്പം എന്നോട് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വിളിക്കാറ്. അങ്ങനെ വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞ തെറാപ്പി സെന്ററിൽ അഡ്മിറ്റ് ചെയ്തു. അങ്ങോട്ട് വന്ന് അങ്ങോട്ട് വരാന്ന് പറഞ്ഞു. അങ്ങോട്ട് വരാന്ന് പറഞ്ഞ സമയത്ത് എന്നോട് പറഞ്ഞ് തങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, തങ്ങൾ പറഞ്ഞിട്ടാണ് വരുന്നത്. ഷിയാബിന്റെ ഇഷ്ടത്തിന് വരില്ല, തങ്ങൾ പറഞ്ഞിട്ടാണ് വരുന്നത്. തങ്ങളാണ് എന്നെ പറഞ്ഞയക്കുന്നത്, കറക്റ്റ് ലൊക്കേഷൻ വിടണം പറഞ്ഞു. അങ്ങനെ ഞാൻ വന്ന് ഹോസ്പിറ്റലിൽ പറഞ്ഞു കൊടുത്തു. ഹോസ്പിറ്റലിൽ വന്നു. അവിടെ വന്നിട്ട് എന്നെ കണ്ട് സംസാരിച്ചു. എൻ്റെ മോനെ കണ്ടപ്പം അയാൾക്ക് ഒന്നും പറയാനൊന്നുമില്ല. മോനക്ക് 20 വയസ്സുണ്ട്. മോനോ അവിടെ അടുത്ത് തന്നെ ഹോസ്പിറ്റലല്ലേ, ഒന്നും പറയാനില്ല. ഇയാൾ പോയി കഴിഞ്ഞിട്ട് എനിക്കൊരു ഫോൺ ചെയ്ത് അന്ന് 3 കോഴിമുട്ട കൊടുത്തേക്കാൻ പറഞ്ഞു. അങ്ങനെ ഇയാൾ പോയി വഴി നിങ്ങൾക്ക് ഫോൺ ചെയ്തിട്ട് ചോദിച്ചു എന്തിനാ മോൻ അവിടെ നിർത്തിയത്, കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ഇതെന്താ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അല്ല നമുക്ക് ഒരു ബിസിനസ് പരമായിട്ട് സംസാരിക്കണം. എന്നിട്ട് തങ്ങൾ പറഞ്ഞോളി, കുഴപ്പമില്ല. എന്നോട് പറഞ്ഞു തങ്ങള് പിന്നെ ആറ്റക്കോയ തങ്ങളെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയും. നമ്മൾ എനിക്കൊന്നും അറിയില്ല, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് നമുക്ക് അതുപോലെ നീങ്ങാൻ നിങ്ങൾക്കും രക്ഷപ്പെടാം എനിക്കും രക്ഷപ്പെടാന്ന് പറഞ്ഞു. 40 വയസ്സിന് താഴെയുള്ള സ്ത്രീകളെ നമുക്ക് തങ്ങളെ മോനക്ക് എത്തിച്ചു കൊടുക്കുക. ഞാൻ ഈ കുട്ടിനെ കണ്ടിട്ടില്ല കേട്ടോ, കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ എനിക്ക് അതിനെ അറിയില്ല. ഇതിനാണ് ഈ പെണ്ണുങ്ങളെ വെച്ചു. അപ്പൊ ഞാൻ എന്നോട് വേറൊരു കാര്യം പറഞ്ഞത്, ഇപ്പൊ ഞാനിപ്പോ പബ്ലിക്കിൽ പറയാൻ തയ്യാറല്ല. കാരണം വെച്ചാല് ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് ഒരാൾ എത്തിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. ഇപ്പൊ തങ്ങളാന്ന് നോക്കില്ല മക്കളുടെ ഫോണെന്ന് അറിയാണ്. ഇതിനുള്ള പണി ഞാൻ എനിക്ക് തരാൻ, ഞാൻ പണി തുടങ്ങാൻ പോവാണ്. അപ്പൊ എന്നോട് പറഞ്ഞു നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കിയിരുന്നിട്ടായിരുന്നു. അതിന്റെ ശൈൽ ബ്ലോക്ക് ആക്കി. പക്ഷെ ഇയാളെ പെരുമാറാൻ വേണ്ടിയിട്ട് ഞാൻ നാട്ടുകല്ല് അല്ല ഇയാളെ കൊടക്കാട് മേലെക്കൊടക്കാട് അയാളെ വീട്ടിലേക്ക് ചെന്നു. ഞാൻ ചെന്നു ഇയാളെ വീട്ടിലേക്ക്. പക്ഷെ ഈ പറഞ്ഞ തങ്ങളും അയാൾ ശിങ്കിടികളും അയാൾ എന്തൊക്കെയോ സ്വകാര്യം പറഞ്ഞിട്ട് ഇന്ന് അതിന്റെ ഉള്ളിലേക്ക് കയറ്റിയില്ല. മടങ്ങിപ്പോന്നു ഞാൻ. 2ാമത്തെ ആഴ്ച വീണ്ടും പോയി ഞാൻ. തങ്ങൾ അറിഞ്ഞിട്ടാണോ ഈ പരിപാടി ഇവിടെ നടക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. 2ാമത്തെ പ്രാവശ്യം എന്നെ കയറ്റിയില്ല. 3ാമത്തെ പ്രാവശ്യം ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം എന്ത് ചെയ്തു, തങ്ങൾക്കൊരു വോയിസ് അയച്ചു. ഇനിയാണ് ടിസ്റ്റ്. കാരണം വെച്ചാൽ ഈ വോയിസ് ഞാൻ ഇയാൾക്ക് അയച്ചിട്ട് ഞാൻ പറഞ്ഞു തങ്ങളെ അത് 6 മിനിറ്റ് വോയിസ് ഉണ്ടായിരുന്നു. 6 മിനിറ്റ് വോയിസ് കണ്ടപ്പോൾ ഇയാൾ കറക്റ്റ് ഇയാൾ പേഴ്സണൽ നമ്പർ തന്നല്ലോ എനിക്ക്. ആ നമ്പറിലൊക്കെ ഞാൻ വോയിസ് അയച്ചു. ഈ വോയിസ് കേട്ടവിടെ തങ്ങൾ എന്നോട് പറഞ്ഞു ആരാണ് വിളിക്കുന്നത്, ആരാണ് സംസാരിക്കണമെന്ന് എനിക്കറിയില്ല. 6 മിനിറ്റ് സംസാരം ഒന്നും കേൾക്കാൻ എനിക്ക് സമയമില്ല ഇവിടെ, എനിക്ക് അതിനൊന്നും നേരമില്ല. അതുകൊണ്ട് നിങ്ങൾ എന്താ നിങ്ങൾക്ക് അസുഖം, എന്താണ് നിങ്ങളുടെ പ്രശ്നം, അതിന് ചുരുക്കി പറയണമെന്ന് പറഞ്ഞു. ഞാൻ വേഗം ഓക്കെ എന്ന് പറഞ്ഞ് ആ അയച്ച വോയിസ് ഡിലീറ്റ് ആക്കി. ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ അയാൾക്ക് ഒരു വോയിസ് 1 മിനിറ്റ് വോയിസ് അയച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഞാനുള്ളോടത്തേക്ക് വരും, നിങ്ങൾക്ക് പറയാൻ അത്രയും കാര്യങ്ങളുണ്ട്. നിങ്ങളെ അവിടെ മജ്ലിസിലായാലും നിങ്ങളെ വീട്ടിൽ നടക്കുന്ന അനാചാരത്തിനായിട്ട് ഞാൻ പ്രതികരിക്കും. അവിടെ നടക്കുന്നത് പക്ക ഫ്രോഡ് പരിപാടി. ഒരുപാട് സ്ത്രീകളെ വെച്ചിട്ട് നിങ്ങൾ കേൾക്കുന്ന അനാചാരമാണ്, ആത്മീയ ചൂഷണം നടക്കുന്നത്. ഇസ്ലാം വിറ്റ് നിങ്ങൾ പൈസ ഉണ്ടാക്കുകയാണ്. ഇതിനെതിരെ ഞാൻ പ്രതികരിക്കും. തങ്ങൾ ഇനി ഞാനുള്ളോടത്തേക്ക് വരും, നിങ്ങൾക്ക് സമയം ഉണ്ടാവട്ടാന്ന് പറഞ്ഞു. കറക്റ്റ് അയാൾ എനിക്ക് വിളിച്ചു. 3/4 മണിക്കൂർ എന്നോട് സംസാരിച്ചു. അപ്പൊ അയാൾക്ക് സമയം ഉണ്ടാവും. അപ്പൊ അയാൾക്ക് മേലേക്ക് വേദന ആകുമ്പോൾ അയാൾക്ക് പ്രശ്നമുണ്ടല്ലോ. ഞാൻ പറഞ്ഞു തങ്ങളെ എനിക്ക് ഇനി നിങ്ങളോട് സംസാരിക്കാനൊന്നുമില്ല. നിങ്ങളെ നാട്ടിൽ നിങ്ങളെ വീട്ടിൽ നടക്കുന്ന പരിപാടികളും എല്ലാം ഞാൻ അറിഞ്ഞു. ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇനി മേലാൽ എന്റെ ഫോണിലേക്ക് വിളിക്കണ്ട. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയുകയാണെങ്കിൽ എനിക്ക് വോയിസ് അയച്ചിട്ടുള്ളൂ, നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ കട്ട് ചെയ്തു. അയാൾ വലിയൊരു ആത്മീയതാണെങ്കിൽ എന്നെ കൊല്ലണ്ടേ. ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട്, മാസം 2 അങ്ങനെ പിന്നെ അയാൾ എന്ത് ചെയ്തു, എനിക്ക് ഒരു നമ്പർ വിളിച്ചു. കള്ളൻ എന്ന് പറഞ്ഞ പെരുങ്കള്ളൻ അയാൾ.
അയാൾ ഒരു കള്ളത്തരം പറഞ്ഞിട്ട് ഫോൺ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു. ഞാൻ അപ്പം അയാളെ നമ്പർ എല്ലാം ഒന്ന് കരുതിത്തപ്പം എന്നോട് പറഞ്ഞു, പിന്നെ താത്ത പെങ്ങളെ നിങ്ങൾ ഈ ഫോൺ എടുക്കുക, ഇതിന്റെ വൈഫിന്റെ നമ്പർ എന്നാ വിളിക്കണം, നിങ്ങൾ ഇതിന്റെ ഒരു വൈഫിനോടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു വൈഫിന് ഫോൺ കൊടുക്കും, കാരണം മോന്റെ കാര്യങ്ങളും നിങ്ങളെ കാര്യങ്ങളും വൈഫൊന്ന് അറിഞ്ഞോട്ടെ, കൊടുക്കും ഫോൺ കൊടുക്കുന്ന പറഞ്ഞു. വൈഫിന് ഫോൺ കൊടുത്തിട്ടില്ല. ഒരു സ്ത്രീ എന്നാണ് ഏതൊരു സ്ത്രീനെ കൊണ്ട് വെച്ചാൽ സ്ത്രീ വൈഫിന്റെ സംസാരം ഒന്നുമില്ല, നമുക്കിത് കുറെ വൈഫിന് ഭർത്താക്കന്മാർക്ക് നമ്മൾ കണ്ടതാണ്. അങ്ങനെ അപ്പം അയാള് ഫോൺ ഞാൻ എടുത്തില്ല, പിന്നെ കട്ടാക്കിയപ്പോൾ ഈ വന്ന നമ്പർ ഞാൻ ചെക്ക് ചെയ്തു, ട്രൂ കോളർ ഉണ്ട് എന്റെ ഫോണിൽ. അപ്പൊ അതിൽ അബ്ദു എന്ന് പറഞ്ഞ ഒരാളെ നമ്പറാണ്. അപ്പൊ ഞാൻ തിരിച്ചു വിളിച്ചിട്ട് ചോദിച്ചു ഇതാരാന്ന് വെച്ചു. അപ്പൊ ഇയാൾ ചോദിക്കും എന്നോട് നിങ്ങളാരാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ തങ്ങളാരാന്ന്. ഞാൻ തങ്ങളുടെ ഡ്രൈവറാണ്. അയാൾക്ക് അതിൽ നിന്ന് പറഞ്ഞു കൊടുത്താൽ നമ്മുടെ ഡ്രൈവറെ നമ്പർ. അപ്പൊ അയാൾക്ക് ഒരുപാട് ശിങ്കടികൾ ഉണ്ടെന്ന് കാര്യം മനസ്സിലായല്ലോ. അപ്പൊ ഇയാൾ തങ്ങൾ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് പൈസ ചെലവായത് വോയിസ് അയച്ചിട്ടുണ്ട്, ആ വോയിസിന്റെ കയ്യിലുണ്ട്, ഞാൻ നിങ്ങൾക്ക് തരാം. ഞാൻ നിങ്ങൾക്ക് ചെലവായ പൈസ എത്രയാണെന്ന് വെച്ചാൽ തിരിച്ചു തരാം. നിങ്ങൾ ഷിയാബിന്റെ പേരിൽ ഒരു പരാതി കൊടുക്കും എന്ന് പറഞ്ഞു. കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ പറയണ്ട, ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു. പിന്നെ ഇയാൾ പിന്നെ പറഞ്ഞിട്ട് വിളിച്ചിട്ട് എനിക്ക് പിന്നെ ഒരു വോയിസ് അയച്ചിട്ട് പറഞ്ഞു, പിന്നെ താത്ത ഇതിനെതിരെ പ്രതികരിക്കണം, നിങ്ങളൊരു വോയിസ് അയച്ചെന്ന് പറഞ്ഞ് ഏതൊരാളെ പേരിൽ ഒരു വോയിസ് അയച്ചെന്ന് പറഞ്ഞാൽ വോയിസ് കൂടെ കിട്ടി, ഞങ്ങൾക്ക് കിട്ടി, ഇത് നിങ്ങളല്ലേ ഈ സംസാരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാൻ വേണ്ടി പോവാ. അപ്പൊ ഞാൻ വിളിക്കുമ്പോൾ സ്റ്റേഷനിലേക്ക് വരേണ്ടി വരും പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ പരലോകത്ത് പോയിട്ട് പിന്നെ നരകത്തിന്റെ സെന്ററിൽ പോയിട്ട് നിങ്ങൾ പരാതി കൊടുത്താൽ നരകത്തേക്ക് വരാനും ഞാൻ തയ്യാറാണ്. 2 ദിവസം ഞാൻ വെയിറ്റ് ചെയ്യും. ഈ 2 ദിവസത്തിന്റെ ഉള്ളിൽ നിങ്ങൾ എന്റെ പേര് പരാതി കൊടുത്തിട്ടില്ലെങ്കിൽ 3-ാം ദിവസം ഞങ്ങളെ പേര് പരാതി കൊടുക്കുന്നത്. ഓക്കെ ഇൻഷാ അല്ലാന്ന് പറഞ്ഞു. അയാൾ എന്റെ അടുത്തുണ്ട്, ഇൻഷാ അല്ലാന്ന് പറഞ്ഞു. അയാൾ 3 ദിവസം ഞാൻ വെയിറ്റ് ചെയ്തു. ഒരാൾക്ക് ഒരു 2 ദിവസം വെയിറ്റ് നമ്മൾ കൊടുക്കണല്ലോ. 2 ദിവസം സമയം കൊടുത്തില്ല. ഞാൻ എന്ത് ചെയ്തു, നാട്ടുകല്ല് സ്റ്റേഷനിൽ ഞാൻ പരാതി കൊടുക്കൂല. ഞാൻ ആദ്യം തീരുമാനിച്ച കാരണം വെച്ചാൽ നാട്ടുകല്ല് പോലീസാണ് അവിടെ കാവല് നിൽക്കുന്നത്. ആർക്ക് ഈ മജ്ലിസ് നടക്കുന്ന പരിപാടിക്കും എല്ലാത്തിനും കാവല് നിൽക്കുന്നതും അവിടുത്തെ മൊത്തം പരിപാടിക്കും കാവല് നിൽക്കുന്നത്. അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നാട്ടുകല്ല് സ്റ്റേഷനിൽ ഇയാളെ പേര് പരാതി ഉണ്ടായിട്ട് പ്രതികരിക്കാതെ ഇരിക്കുന്ന സ്റ്റേഷനിൽ വീണ്ടും ഞാനൊരു പരാതി കൊടുത്തിട്ട് ഒരു കാര്യമില്ല എന്ന് എനിക്കറിയാം. ഞാൻ എന്ത് ചെയ്തു, നേരെ പാലക്കാട് പരാതി കൊടുത്തു. ഞാൻ അവിടെ പരാതി കൊടുത്ത് റെസിപ്റ്റ് ഒക്കെ ഉണ്ട്. ഞാൻ പരാതി കൊടുത്ത് ഈ പരാതി അവർ സ്വീകരിച്ചു, എനിക്ക് റെസിപ്റ്റ് തന്നു. എന്നോട് പറഞ്ഞു 2 ദിവസത്തിനുള്ളിൽ നാട്ടുകല്ല് സ്റ്റേഷനിൽ നിങ്ങളെ വിളിക്കും പറഞ്ഞു. അങ്ങനെ ഞാൻ നാട്ടുകല്ല് സ്റ്റേഷനിൽ നിന്ന് വിളിക്കാൻ വേണ്ടി ഫെബ്രുവരി 13-ാം തീയതിയാണ് ഞാൻ സ്റ്റേഷനിൽ പരാതി അവിടെ ഓഫീസിൽ പരാതി കൊടുക്കുന്നത്. അങ്ങനെ പിന്നെ പരാതി കൊടുത്തിട്ട് 13-ാം തീയതി പോയിട്ട് എനിക്ക് 17-ാം തീയതിയാണ് എന്നോട് നാട്ടുകല്ല് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞത്. അങ്ങനെ ഞാൻ 17-ാം തീയതി നാട്ടുകല്ല് സ്റ്റേഷനിൽ പോയി. ഞാൻ ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്ത് ഞാൻ ആ മേഡത്തിന് എൻ്റെ മൊഴി മൊത്തം കൊടുത്തു. അപ്പൊ അവർ എന്നോട് സഹകരിച്ചു. എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരുപാട് പരാതി ഇയാൾ പേരിലുണ്ട്, ഞങ്ങൾക്ക് പിന്നെ ഇതിനത് എടുക്കാൻ പറ്റണില്ല, മുസ്ലിം സമൂഹത്തിന്റെ ഒരു കാര്യം ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് പിന്നെ മതസ്പർദ്ധ വരുത്തുന്ന പരിപാടികളൊക്കെ ആയതുകൊണ്ട് പ്രശ്നങ്ങളാവും. ഞാൻ പറഞ്ഞു അതൊന്നും നോക്കണ്ടേ, നിങ്ങൾക്ക് ഞാൻ ഈ പരാതി തരുന്നത് സ്റ്റേഷനിൽ പരാതി എടുക്കാനാണ്, അല്ലാതെ നമുക്ക് ഞങ്ങൾക്കൊരു പ്രശ്നം സ്റ്റേഷനിൽ പരാതി കൊടുക്കണം. എന്തിനാ നമ്മൾ അതിനൊരു നമുക്കൊരു പ്രതികരണം കിട്ടാനും ഒരു സഹായം കിട്ടാനാണ് നമ്മൾ സ്റ്റേഷനിൽ പറയുന്നത്. നമുക്കൊരു അത് കൊടുത്ത് ഞാൻ 17-ാം തീയതി ഫെബ്രുവരി 17-ാം തീയതി അവിടെ ഇറങ്ങി. 3-ാമത്തെ ദിവസം ഞാൻ അങ്ങോട്ട് വിളിച്ചു. എന്തായി എന്നോട് പറഞ്ഞ് അയാളെ ആറ്റക്കോനെ ഒക്കെ വിളിച്ചിട്ടുണ്ട്, അയാൾ മൊഴിയും കൂടി എടുക്കണം എന്ന് പറഞ്ഞു. ഓക്കെ എന്നാ എടുക്കുമെന്ന് ചോദിച്ചു. അവൻ എന്നോട് 2 ദിവസത്തിനുള്ളിൽ എടുക്കുന്നു. ആ 2 ദിവസം കഴിഞ്ഞ് 3-ാം ദിവസം ഞാൻ വീണ്ടും വിളിച്ചപ്പോൾ എന്നോട് അവര് മകനും ഉപ്പിയും കൂടെ അവിടെ വന്നിരുന്ന് അവതൊന്നും ശരിയല്ല എന്തൊക്കെ പറഞ്ഞ് അവർ പിന്മാറുന്നുണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് എന്റെ ആവശ്യമില്ല, അത് നിങ്ങൾ മൊഴി എടുക്കല നിങ്ങളെ കടമയാണല്ലോ. ഇന്നെ വിളിച്ചു, ഞാൻ മൊഴി എടുത്തു, ഞാൻ വന്നു. ഇനി ആറ്റക്കോയെ പ്രതികരിക്കണോ ഇല്ലേ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങളിത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യില്ലെങ്കിൽ എനിക്ക് വേറെ വഴി നോക്കണം. 2 ദിവസം കൂടി നടന്നു. അങ്ങനെ ഞാൻ 3-ാമത്തെ ദിവസം വിളിച്ചപ്പോൾ പറഞ്ഞു അവരിവിടെ വന്ന് ഷിയാബുണ്ട്, എല്ലാ ടീമും ഉണ്ട്. ഞാൻ ചോദിച്ചു ഷിയാബ് ഉണ്ടോ എന്ന് വെച്ച്. ഷിയാബുണ്ട്. അന്തങ്ങ അങ്ങനെ ചോദിക്കണം വെച്ച്. ഞാൻ ഈ ഷിയാബിന്റെ പേരിൽ പരാതി കൊടുക്കാനാണ് അയാൾ എന്നോട് പറഞ്ഞത്. പിന്നെ ഈ ഷിയാബിനായിട്ട് അയാൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ ഒരുപാട് കള്ളത്തരങ്ങൾ വേറെ അവർ തമ്മിൽ എന്തോ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഈ അവിടെ സ്ത്രീ പ്രശ്നങ്ങൾ നടക്കുന്നതിന് എതിരെ ഞാൻ പ്രതികരിച്ചപ്പം ഈ തങ്ങൾ എന്നോട് പറഞ്ഞത് വെച്ചാൽ ഇതിന്റെ മുമ്പ് ഷിയാബും ഞങ്ങളും കൂടി ഈ വിഷയം ഉണ്ടായിട്ട് എൻ്റെ മോന് ഷിയാബിന്റെ കോളർ പിടിച്ചിട്ടുണ്ട്. ആ പിടിച്ച സമയത്ത് ഞാൻ അതിനെ പ്രതികരിച്ചിട്ട് എൻ്റെ മോൻ അടിക്കാൻ പോയിട്ട് ഞങ്ങൾ പിടിച്ചു വെച്ചതാണ്. പക്ഷെ അത് കഴിഞ്ഞ 3-ാം ദിവസം ഇയാളെ കൂടെ സ്റ്റേജിൽ മജ്ലിസിന് ഈ ഷിയാബുണ്ട്. അപ്പൊ അവര് തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിക്കോട്ടെ, അത് അതിന്റെ വഴിക്ക് പോട്ടെ, അത് തെളിഞ്ഞോളും, ഇല്ലെങ്കിൽ ഞാൻ തെളിയിക്കും. അങ്ങനെ അപ്പൊ ഇയാൾ പറഞ്ഞു സ്റ്റേഷനിൽ നിന്ന് 3-4 വട്ടം വിളിച്ചു. ഇന്ന് ഡേറ്റ് എത്രയായി? മാർച്ച് മാസം ആ ഡേറ്റ് വന്നില്ലേ, ഇന്ന് വരെ എന്റെ നാട്ടുകാർ സ്റ്റേഷനിൽ പിന്നെ വിളിച്ചിട്ടില്ല. ഇത് പരാതി കൊടുക്കുന്നത് ഫെബ്രുവരി 13-നാണ്. ഫെബ്രുവരി 13-ാം തീയതിയാണ് ഞാൻ പരാതി കൊടുക്കുന്നത്. നാട്ടുകാർ സ്റ്റേഷനിൽ വിളിക്കുന്നത് ഫെബ്രുവരി 17-ാം തീയതിയാണ്. സ്റ്റേഷനിൽ നിന്ന് ഞാൻ ആദ്യം പറഞ്ഞു, പിന്നെ മലപ്പുറം പാലക്കാട് SPFC ചോദിച്ചു നിങ്ങൾ എന്ത് നാട്ടുകാർ സ്റ്റേഷനിൽ കൊടുക്കാതെ ഇവിടെ വന്നത്. ഞാൻ അവിടെ കൊടുത്താൽ എനിക്ക് നീതി കിട്ടൂല എന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഇവിടെ വന്നത്. ഇപ്പൊ അത് സത്യമായോ?
കാരണം ഇന്ന് വരെ ഈ മാസങ്ങൾ ഒന്നായിട്ട് ഇന്ന് വരെ എനിക്ക് നാട്ടുകൽ സ്റ്റേഷനിൽ നിന്ന് എനിക്ക് ഒരു കോളോ ഞാൻ അങ്ങോട്ട് വിളിച്ചാലും എനിക്ക് ശരിക്കും ഒരു മറുപടി തന്നിട്ടില്ല. എന്നിട്ട് ഞാൻ ഇപ്പൊ ഒരാഴ്ച മുമ്പ് ഞാൻ പാലക്കാട് SP ഓഫീസിൽ വീണ്ടും പോയി. ഈ നോമ്പിന് ഞാൻ പോയിട്ട് ഞാൻ വീണ്ടും ഒരു പരാതി സ്വീകരിച്ചിട്ട് പറഞ്ഞു ഞാൻ അവിടെ കൊടുത്ത പരാതി എനിക്ക് സ്വീകാര്യമല്ല, എനിക്ക് അതിനൊരു അനുകൂലമായിട്ടുള്ള മറുപടി കിട്ടിയിട്ടില്ല. അപ്പൊ അവർ എൻ്റെ മുന്നിൽ നിന്ന് തന്നെയാണ് സാറ്, അവിടുത്തെ ഒരു സാറ് പിന്നെ നാട്ടുകാർ സ്റ്റേഷനിലേക്ക് SIക്ക് വിളിച്ചപ്പോൾ അവരെന്താ പറഞ്ഞത് എന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് പുറത്തേക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ പറയാൻ തയ്യാറല്ല. കാരണം വെച്ചാൽ അവർക്ക് നമ്മൾ തക്കതായി തെളിവ് കൊടുക്കാനില്ല എന്നൊക്കെ ഒരു കാര്യങ്ങളൊക്കെ SI പറഞ്ഞത് ഞാൻ കേട്ടു. പക്ഷെ പിന്നെ എന്നോട് സാറ് പറഞ്ഞു ഈ പരാതിന്റെ ആവശ്യം ഇനി ഇവിടെ ഇല്ല, നിങ്ങൾക്ക് പിന്നെ ഈ പരാതി തൃപ്തികരമല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും പരാതി കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ആ പരാതി കൊടുക്കാൻ ഞാൻ നോമ്പ് കഴിഞ്ഞ് ദിവസം പോകാന്നുള്ള തീരുമാനത്തിലാണ്. പക്ഷെ ഇന്ന് വരെ ഇനി നാട്ടുകൽ സ്റ്റേഷനിൽ ഒരു കോളോ മറ്റുള്ളവർക്ക് ആരും വിളിക്കുകയോ പറയുകയും ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് ഇവരെ ഒരു അനുകൂല്യങ്ങളോ കാര്യങ്ങളോ കിട്ടാനൊന്നുമില്ല. ഈ ചൂഷണം ചെയ്യണം, ആത്മീയ ചൂഷണ ഈ തട്ടിപ്പിനെതിരെ ഒരുപാട് സ്ത്രീകൾ അവിടെ ചെന്നിട്ട് ചൂഷണത്തിന് ഇരയാവുന്നുണ്ട്. അയാളൊരു രോഗിയാണ്, എന്തുകൊണ്ട് അയാൾക്ക് സ്വയം ചികിത്സിക്കാൻ പറ്റണില്ല? അയാളെ ഷുഗർ വന്നിട്ട് അയാൾക്ക് മുറിവ് പറ്റിയിട്ടിരിക്കണ മനുഷ്യൻ. പിന്നെ അയാളെ അനിയന്റെ മകൻ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. ഇത് അവർക്കൊക്കെ ഹോസ്പിറ്റലും അതിൽക്കൊക്കെ ആയിട്ട് മുൻകെട്ടിട്ട് അവർ ഹോസ്പിറ്റൽ ചികിത്സക്കൊക്കെ പോവുക, മറ്റുള്ളവരെ ഞങ്ങൾ ചികിത്സിച്ച് മാറ്റി പറഞ്ഞിട്ട് പോവുക. പിന്നെ വേറൊന്ന് ഒരു കാര്യമായിട്ടുള്ള കാര്യം, അവിടെ പതില് കിട്ടിയെന്നിട്ട് ഒരുപാട് ആൾക്കാരോട് സംസാരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ പതില് കിട്ടിയെന്ന് പറഞ്ഞാല് അയാൾ ചെയ്ത ചികിത്സക്ക് ഫലം കിട്ടി. പിന്നെ എന്താ പറയുക, ജയിലിൽ കിടന്ന ആൾ, എത്രയോ വർഷങ്ങൾ ജയിലിൽ കിടന്ന ആൾ പുറത്ത് വന്നിട്ടുണ്ട്. ഒരാളെ പുറത്തേക്ക് വന്ന ആളെ ഒന്ന് പബ്ലിക് കൊണ്ടുവരാൻ പറ്റും? ഒരു തെളിവെന്ന് അവർ കാണിക്കട്ടെ, തെളിവ് അവർ കാണിക്കട്ടെ. പിന്നെ അത് മാത്രമല്ല, ഇയാള് 1000 ഒരു സ്ത്രീ എന്നോട് പറഞ്ഞതാണ്. പക്ഷെ ആ സ്ത്രീനെ ഞാൻ പറ്റില്ല പബ്ലിക്കിൽ വരാൻ അവർക്ക് തയ്യാറല്ല. എന്റെ മാതിരി പറയാൻ ഞാൻ പറഞ്ഞു അവർക്ക് നിങ്ങൾക്ക് എന്താ നഷ്ടം, ഞാൻ തരാം നിങ്ങൾ ഇതൊന്ന് പറയും. അവർ പറഞ്ഞു ഞങ്ങൾ ഈ ബേസിൽ ഞങ്ങൾക്ക് 30,000 രൂപ സമ്പാദിച്ചെന്നാ പറഞ്ഞു. എങ്ങനെയെന്നറിയാം? ഈ ഫതിൽ ഇതായത് ഇയാളെ കൊണ്ട് ചികിത്സക്ക് ഫലം കിട്ടിയെന്ന് മാസ്ക് ഇത് കെട്ടിയിട്ട് അയാൾക്ക് ചെല്ലാൻ പാടുള്ളൂ. ഈ ഫലം കിട്ടിയെന്ന് പറയണമെങ്കിൽ ഈ കണ്ണൊക്കെ കെട്ടിയിട്ട് ഹിജാബൊക്കെ കെട്ടിയിട്ട് അയാളത്തേക്ക് എത്തണം, എന്നാലും പറയാൻ പറ്റും. അപ്പൊ എനിക്ക് 3 വട്ടം പോകാമല്ലോ അങ്ങനെയാണെങ്കിൽ. പോയിക്കൂടെ? എനിക്ക് 3 വട്ടം പോകാം അയാളത്തേക്ക് ഇത് കെട്ടിയിട്ട്. എങ്ങനെ അറിയാം? ഒന്നെങ്കിൽ ഒരേ കളർ പർദ്ദ ആയതുകൊണ്ട് ഈ പർദ്ദ വേഷം എത്ര കൂട്ടണമെന്നില്ല. അപ്പം എന്താ പറയാ, റമളാൻ മാസം ആയതുകൊണ്ടാണ് നമ്മളൊന്നും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ നാവിന്ന് ആവശ്യമില്ലാത്ത സംസാരങ്ങൾ കാര്യങ്ങളൊന്നും വരികയുമില്ല. പക്ഷെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോഴാണ് നമുക്കത് പ്രതികരിക്കേണ്ടത്. നമ്മളെ നാട്ടിൽ വന്നിട്ട് നമുക്ക് എന്താ പറയുക, അത് പ്രതികരിച്ചില്ലെങ്കിൽ അത് മോശമല്ലേ? നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് അതോ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇയാൾ എവിടെയാണ് ഈ സംഭവം നടക്കുന്നത്, ആ നാട്ടിൽ ആളുകളില്ലേ, ഇനി പ്രതികരിക്കാൻ ആരുമില്ലേ എന്നുള്ള സംഭവങ്ങളാണ് കമൻ്റൊക്കെ കാണുന്നത്. അപ്പം അവരോട് പറയാനുള്ളത്, ഇത് നമ്മൾ നാട്ടുകാരല്ല ഇത് വളർത്തിയിട്ടുള്ളത്. ഇത് നിങ്ങളെപ്പോലുള്ള കാസർഗോഡ് മുതൽ കണ്ണൂർ ആ നാട്ടിലുള്ള ഓൺലൈനിൽ വരുന്ന ആളുകളാണ് ഇദ്ദേഹത്തെ വളർത്തിയിട്ടുള്ളത്. പൊതുവെ കാസർഗോഡുകാർക്ക് എന്താ പറയുക, ആത്മീയപരമായിട്ട് കുറച്ച് മുൻപന്തിയിലാണ്. ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതെടുത്ത് ചാടി വിശ്വസിക്കുന്ന ടീമാണ്. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞല്ലോ, യുനാനി ചികിത്സ എന്ന് പറഞ്ഞുകൊണ്ട് ആത്മീയപരമായിട്ടുള്ള തട്ടിപ്പ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 10,000 ആളുകൾ ഇതുപോലെ വരുമ്പോൾ ആർക്കും 1-2 എന്താ പറയുക രക്ഷപ്പെടുത്തും, 1-2 ഇതുപോലെ കാശ് അങ്ങോട്ട് കൊടുത്തിട്ട്. ഇതൊക്കെ വളരെ എന്താ പറയുക ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ഇത് ജനങ്ങൾ പോയി പെട്ടുപോകുന്നതാണ്. അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുക, ചിന്തിക്കുക. നാട്ടിൽ ഒരുപാട് ഡോക്ടർമാരുണ്ട്, അല്ലെങ്കിൽ തന്നെ ആത്മീയപരമായിട്ട് ചികിത്സിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ വ്യക്തിപരമായിട്ട് പാരമ്പര്യ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് ഈ കാണുന്ന ഞാൻ പറയട്ടെ, ഒരു 10-50,000 അല്ലെങ്കിൽ 1,00,000 ആളുകൾ ഇദ്ദേഹത്തെ കൊറോണക്ക് മുൻപ് കണ്ടിട്ടുണ്ടോ? ഇദ്ദേഹത്തെ ആരെങ്കിലും കൊറോണക്ക് മുമ്പ് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ഞാനൊരു മണ്ണാർക്കാടുകാരനാണ്. പക്ഷെ ഞാൻ ഈ കൊറോണ ഉണ്ടായിട്ട് എന്താ പറയുക 2 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ ഏകദേശം ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഓൺലൈനിൽ സംഭവങ്ങൾ കാണൽ തന്നെ. ഇയാൾ ഇങ്ങനെ നമ്മളെ നാട്ടുകാരനാണ്, മണ്ണാർക്കാടുകാരനാണ് എന്നുള്ള ഒരു ഇത് ഞാൻ അറിയുന്നു തന്നെ. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. എന്തായാലും നെക്സ്റ്റ് പാർട്ടായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യും. ഈ ഒരു വിഷയമൊന്നുമല്ല, മൂപ്പര വിഷയം മാത്രമൊന്നുമല്ല, പല കാര്യങ്ങളും നമ്മൾ പോസ്റ്റ് ചെയ്യലുണ്ട്. നമ്മൾ ചാനൽ എന്ത് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് അടിച്ചോളി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ വരാം.